അമ്മയും അച്ഛനും ഈ ചെയ്യുന്നത്ര നല്ലതല്ല. ഞാൻ മൃഗങ്ങളെ സഹായിക്കുന്നത് സ്വാർത്ഥതയില്ലാതെയാ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക. ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ ഈ കാട്ടിൽ നിന്ന് പൊക്കോ. ഞങ്ങളെ വിലയില്ലാത്ത മക്കളെ ഞങ്ങൾക്ക് വേണ്ട. നീ വനത്തിലെ എല്ലാ മൃഗങ്ങളെയും സൗജന്യമായി സംരക്ഷിക്കുന്നു. എന്നിട്ട് ഞങ്ങളുടെ ജോലിയെല്ലാം ഞങ്ങൾ തന്നെ ചെയ്യണം. മിങ്കിക്കിളിയുടെ അച്ഛൻ പറഞ്ഞത് കേട്ട് വിഷമത്തോടെ അവൾ അവിടുന്ന് പറന്നുപോയി. ഒരു മിട്ടു ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അവനും അവളുടെ പുറകെ പോയി. ഒരു വേട്ടക്കാരൻ കാട്ടിലിരിക്കുകയായിരുന്നു. അവന്റെ അടുത്ത് ഒരു കിളിക്കൂടും ഉണ്ടായിരുന്നു. മിങ്കിക്കിളി ഒന്നും നോക്കാതെ അതിന്റെ അകത്തേക്ക് പോയി അങ്ങിരുന്നു. അല്ല, ഇതെന്താ? വേട്ടക്കാരൻ ആ കിളിക്കൂടിന്റെ വാതിൽ പെട്ടെന്ന് അടച്ചു കളഞ്ഞു. ഇത് വളരെ കൊള്ളാമല്ലോ. ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് നല്ലൊരു പക്ഷിയെ കിട്ടി. ഇതത്ര ശരിയായില്ല. ഇപ്പൊ തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റും. മിട്ടു കാട്ടിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് എല്ലാ മൃഗങ്ങളോടും പക്ഷികളോടും നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവരും കൂടെ ചേർന്ന് മിങ്കിക്കിളിയുടെ അച്ഛനും അമ്മയുടെ അടുത്തേക്ക് വന്നു. നമ്മളെ എപ്പോഴും സംരക്ഷിക്കുന്ന മിങ്കി പക്ഷി, നിങ്ങളെല്ലാം കാരണം സ്വയം അപകടത്തിലേക്ക് എടുത്തു ചാടി. നിങ്ങൾക്ക് എങ്ങനെ തോന്നി സ്വന്തം മകളെ വീട്ടിൽ നിന്നും പുറത്താക്കാനായിട്ട്? ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ തെറ്റാണ്. ഞങ്ങൾ ഇപ്പം തന്നെ അവളെ രക്ഷിക്കാൻ പോവാണ്. അങ്ങനെ ചെന്നിട്ട് ഒരു കാര്യവുമില്ല. ആ വേട്ടക്കാരൻ നിങ്ങളെയും പിടികൂടും. എന്ത് തന്നെ ചെയ്താലും നമ്മൾ കൃത്യമായി ചിന്തിക്കണം. എല്ലാരും അപ്പൊ തന്നെ അവിടെ എത്തി.